ഹായ് ഗൈസ് അപ്പോൾ നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ. അവൾക്കറിയില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം. ഒരു പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. അവൾക്ക് യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്, നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ആ പ്ലേ ബട്ടൺ അവളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അഡ്രസ്സൊക്കെ അവിടുത്തെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസായിട്ടൊരു അൺബോക്സിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന്, കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഫാമിലി അവിടേക്ക് വരും, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവൾക്ക് അറിയില്ല ഇങ്ങനൊരു കേക്ക് കട്ടിങ്ങും ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുള്ള കാര്യം അവൾക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സർപ്രൈസായിട്ട് അവളുടെ റിയാക്ഷൻ എടുക്കാം. നമുക്കപ്പോൾ ഓൾറെഡി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കേക്കും എല്ലാം അവിടെ സെറ്റാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അവളുടെ ആ സർപ്രൈസ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഇതൊന്നറിയാത്ത റെസ്റ്റോറന്റിലേക്ക് ഞാൻ കയറിപ്പോന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പുറകിന്ന് ഈ വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ കണ്ടില്ല. എന്താണെന്നറിയില്ല, ഒരു ക്ലൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയ കാരണം ഡേവിഡ് ഈ സ്റ്റാഫിനോട് സംസാരിക്കുന്നത് പോലും എനിക്ക് കത്തിയില്ല. മേ ബി എന്റെ പാരന്റ്സ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്കൊന്നും തോന്നാഞ്ഞത്. ഡേവിഡ് സ്റ്റാഫിന്റെ അടുത്ത് സംസാരിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ നേരെ വാഷ് ചെയ്യാനാണ് കേട്ടോ പോയത്. സോ ബാക്കി അവിടെ എന്താ നടന്നതെന്ന് ഞാൻ കണ്ടില്ല. വാഷ് ചെയ്യാൻ പോണ വഴിക്ക് അവിടെ കേക്ക് സെറ്റ് ചെയ്താണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരുടെയാണോ എന്താണെന്ന് ഞാൻ നോക്കിയില്ല. കാരണം അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസും ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ നടക്കാറുണ്ട്. സോ ഞാനത് എൻ്റെ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ. തിരിച്ചു വന്നപ്പോൾ അമ്മേൻ്റെ അടിക്ക് കേക്കിന്റെ അടുത്ത് നിൽക്കണു. ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ വല്ലവരുടെയും കേക്കിന്റെ അടുത്തേക്ക് പോയി നിൽക്കണേന്ന്. പിന്നെ ഡേവിഡ് ക്യാമറയും പിടിച്ച് പുറകിൽ നിന്ന് വരുന്ന കണ്ടപ്പോഴാണ് എനിക്ക് കത്തിയത്. സോ ആ നേരത്തെ എൻ്റെ ഞെട്ടിൽ അങ്ങനെ തന്നെ കെട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ ആരുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ചെല്ല് അതെങ്ങനെയുണ്ട്? ചെല്ലടി അപ്പുറത്തേക്ക്, അവിടെ പോയിക്ക്. പ്ലേ ബട്ടൺ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. എൻ്റെ വീട്ടിലേക്കാണ് വന്നത്, എൻ്റെ ആധാർ അഡ്രസ്സിലേക്ക്. സോ ഫുഡ് കഴിക്കാൻ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഡേവിഡിനോട് ചോദിച്ചു അമ്മോട് എടുക്കാൻ പറയട്ടെ എന്ന്. പക്ഷെ ഡേവിഡ് പറഞ്ഞു വേണ്ട, നമുക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം എന്നൊക്കെ. ഇങ്ങനെ ഒരു സംഭവം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. അതിൻ്റെ ഞെട്ടലും ചമ്മലൊക്കെ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാം. ശരിക്കും ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ ഇരുന്നിട്ട് 4K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ, 4000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എന്തോരം സന്തോഷത്തിലാണ് ഞാൻ ഇരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവിടെ നിന്ന് എനിക്കിപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ്, അതായത് 1 lakh ഫാമിലി ആയി എന്നുള്ളത് തന്നെ പറയണം. അതിൻ്റെ സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. നിങ്ങളില്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. ഈ അടുത്ത് ഞാൻ ഡ്രീം വേൾഡിൽ പോയപ്പോൾ കുഞ്ഞു കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക്, എൻ്റെ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞിട്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, ഇവരൊക്കെ എന്നെ തിരിച്ചറിയാന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ വല്ലാണ്ട് ഞെട്ടിപ്പോയി ആ ടൈമിൽ. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ആദ്യമൊക്കെ അവരോട് എങ്ങനെ തിരിച്ച് പെരുമാറണമെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. കാരണം അവരിങ്ങനെ വന്ന് കുഞ്ഞു കുട്ടികൾ എന്നെ തിരിച്ചറിയാന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്സ് പോലെ അവർക്ക് അറിയായിരുന്നു. സോ ഇനിയും ഇതുപോലെ എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. പിന്നെ എന്നെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഡേവിഡ്. ഇപ്പം ഞാൻ ഏതെങ്കിലും ദിവസം ഇന്ന ഡാൻസൊക്കെ എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്നോട് ഈ ടൈമിൽ എന്തായാലും എടുത്തോളൂ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ അനിയൻ്റെയും ഒക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിനെല്ലാം ഉപരി ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ്. അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യാണ്. എനിക്ക് സ്വന്തമായിട്ട് പുറത്ത് പോയി കേക്ക് കട്ട് ചെയ്യാനൊന്നും അത്ര ഇഷ്ടമല്ല. വേറെ ആർക്കെങ്കിലും നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടമാണ്. ബട്ട് ഡേവിഡ് എപ്പോഴും ഇങ്ങനെ സർപ്രൈസ് തരുന്നൊരു കൂട്ടത്തിലാണ്. സോ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ശരിക്കും. ഞാൻ ഒന്ന് ഞെട്ടി. നാട്ടുകാരൊക്കെ നോക്കും. അതെ, ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ഞെട്ടല കണ്ടില്ലേ.
ഞങ്ങൾ ജിമ്മിൽ വെച്ച് പ്ലാൻ ചെയ്തു. നന്നായിട്ടുണ്ട്. ഞാൻ ആരുടെ ബർത്ത്ഡേ ആണെന്നല്ലോ പറഞ്ഞത്. ഞാൻ ഇവരെന്താ കേക്കിന്റെ അവിടെ പോയി നിക്കണേന്ന് വിചാരിച്ചേ. പിന്നെ എല്ലാരും കൂടി എങ്ങനെ നോക്കിയപ്പോഴേക്കും മനസ്സിലായി. വേറെ ആരും ബർത്ത്ഡേ പിന്നെ പ്ലേ ബട്ടൺ കാണണേ, അപ്പഴാണ് നീ ചത്തിയത്. പ്ലാനിങ് ആയിരുന്നു. ഞാൻ ഞെട്ടണതല്ലേ ഉണ്ടാവും ശരിക്കും. നന്നായിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ കണ്ടിട്ടാവില്ലേ? കിട്ടിയ നന്നായി. നന്നായിട്ടുണ്ട്. അതെ അതെ, അവിടെ അതിനുള്ള കഷ്ടപ്പാടുണ്ട്. അതെ അതെ, കഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. അധ്വാനിക്കുന്ന ഫലം കിട്ടും. വളരെ നന്നായിരുന്നു. ഇടയ്ക്ക് ചീറ്റി പോലെ വിചാരിച്ചു, പക്ഷെ ചീറ്റിയില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നു. ഞാൻ മുകളിലിട്ട് പറയായിരുന്നു, ബുദ്ധിയിലെത്തുന്ന കുഴപ്പമില്ല. ഞാൻ മുകളിലിട്ട് പറയായിരുന്നു എന്റെ താഴെ വരാത്തെ, എനിക്ക് താഴെ ഒരു വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറയാം. അവര് വരട്ടെ, അവരുടെ പോവാന്ന്. എനിക്ക് പിന്നെ ബുദ്ധിയില്ലാത്തതാണ്, എനിക്ക് മനസ്സിലായില്ല. ആ, ഞാൻ വിളിച്ചില്ലേ എവിടെ ഇരിക്കണില്ല, എവിടെ ഇരിക്കണില്ല. ഞാൻ വിളിച്ചത് എവിടെ പോയി. തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലെ ഗ്രില്ലാക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണിത്. വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എനിക്ക് സർപ്രൈസ് തന്ന കുരിപ്പുകൾ. ഇനിയുണ്ട് അതുപോലത്തെ സർപ്രൈസുകൾ ഇഷ്ടം പോലെ. എന്താ? അങ്ങനെ നെക്സ്റ്റ് ഡേ മമ്മിക്ക് ഞങ്ങൾ പ്ലേ ബട്ടൺ കാണിച്ചു കൊടുത്തു. മമ്മിക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം തന്നതിന് ദൈവത്തിനോട് ഞാൻ വലിയ നന്ദി പറയുന്നു. എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഡേവിഡിനോടും പാരൻസിനോടും എല്ലാവരോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.